1650 ഇക്കേരി രാജവംശത്തിലെ ശിവപ്പ നായിക്കാണ് ബേക്കൽ കോട്ട പണി കഴിപ്പിച്ചത്. 40 ഏക്കറിലധികം പരന്നു കിടക്കുന്ന ഇത് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ്. കടലിനോട് ചേർന്ന് താക്കോലാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ കോട്ട കേരളത്തിൻ്റെ നൂറ്റാണ്ടുകൾ പിന്നിട്ട സവിശേഷ ചരിത്രങ്ങളുടെ സാക്ഷ്യമെന്ന നിലയിൽ കൂടിയാണ് പ്രസക്തമാകുന്നത്. ഇന്ന് ഇന്ത്യയിലെ തന്നെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. ബേക്കൽ കോട്ടയിലും പരിസരത്തെയും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പോലും സന്ദർശകരെ പലപ്പോഴും കൗതുകപ്പെടുത്തുന്നതാണ്. കടലിനോട് ചേർന്നുള്ള നിരീക്ഷണ കോട്ടകളാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച. മയിലുകൾ നിറഞ്ഞ പരിസരവും കോട്ടയുടെ പുരാതന നിർമ്മിതിയും അറബിക്കടലിന്റെ സാമീപ്യവും എല്ലാം ബേക്കലിലെത്തുന്നവരെ വല്ലാതെ ആകർഷിക്കും. ബേക്കൽ കോട്ട എന്ന് പറയുന്നത് ഒരു പുരാതനമായ 350 വർഷത്തിലധികം പഴക്കമുള്ളൊരു കോട്ടയാണ്. സ്വാഭാവികമായിട്ട് ഇത് മഴയിൽ കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ നിരവധി ആളുകൾ ഇത് കാണുന്നത് തന്നെ അതിൻ്റെ ഇടയിലുള്ള പച്ചപ്പും മയിൽപ്പീലി വിടർത്തിയിരിക്കുന്ന ഒരുപാട് മയിലുകൾ ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് പേര് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അതുകൂടാതെ കടലെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ അറബിക്കടലുമായിട്ട് ഒരുമി നിൽക്കുന്ന ഒരു കോട്ടയാണ് ബേക്കൽ കോട്ട. അപ്പോൾ ആ സമയത്ത് സ്വാഭാവികമായിട്ടും മൺസൂൺ കാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തിരമാലകൾക്ക് ശക്തി ഉണ്ടാവുന്നതും പാറക്കൂട്ടങ്ങളിൽ ഇടിക്കുന്നതുമൊക്കെ. അതൊക്കെ കാണാൻ വളരെ ഭംഗിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ പിന്നെ വരുന്നതും അത് ആസ്വദിക്കുന്നതും. മഴക്കാലം ആരംഭിച്ചതോടെ മൺസൂൺ ടൂറിസത്തിന്റെ വരവേൽക്കാൻ ബേക്കൽ കോട്ട ഒരുങ്ങി തുടങ്ങി. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി സന്ദർശകരാണ് കോട്ട കാണാനെത്തുന്നത്. ബേക്കൽ കോട്ടയിലെ കടലും മഴയും കാറ്റുമൊന്നും ഓരോരുത്തർക്കും മറക്കാനാവാത്ത വിധം അത്ഭുതപ്പെടുത്തിയ അടയാളപ്പെടുത്തിയ ചലച്ചിത്ര ഭാഷ്യങ്ങൾ നിരവധിയാണ്. അങ്ങനെ ഈ സീസണിലെ മഴ കാണാനെത്തുന്നവരെ കാത്തിരിക്കുകയാണ് ബേക്കൽ കോട്ട. ഒരു കാലത്ത് കോട്ട കെട്ടി നാടിനെ കാത്ത ഒരിടമാണിത് ബേക്കൽ കോട്ട. സംസ്ഥാനത്ത് പുരാവസ്തു വകുപ്പിന് കീഴിലുള്ള ഏറ്റവും വലിയ സംരക്ഷിത സ്മാരകമാണിത്. പുതിയ കാലത്തും ബേക്കൽ കോട്ട കൂടുതൽ ജാഗ്രതയും സംരക്ഷണവും ആവശ്യപ്പെടുന്നുണ്ട്. ക്യാമറ പേഴ്സൺ അഭിഷേക് സുരേഷിനൊപ്പം രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.